ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടർ എന്നീ പോർഷൻസിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താണ് ഓപ്ഷനിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. എന്തില്ല? റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെയാണ് കറണ്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വോൾട്ടേജ് ലീഡ് കറണ്ട് ബൈ 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ഇതിനെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നും പറയാൻ പറ്റും. ഓക്കെ, കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ഇത് പ്യുവർലി ഇൻഡക്റ്റീവിന്റെ കേസാണ്. ഇതേപോലെ തന്നെ പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിട്ടായിരിക്കും റെസിസ്റ്റീവിൽ വരുന്നത്. അതേപോലെ തന്നെ പ്യുവർലി കപ്പാസിറ്റീവ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രി എന്ന് വരും, അല്ലെങ്കിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് വരും. ഈ മൂന്ന് കൺസെപ്റ്റും ഓർത്ത് വെച്ചിരിക്കുക. പ്യുവർലി റെസിസ്റ്റീവിന്റെ കേസിലും, പ്യുവർലി ഇൻഡക്റ്റീവിന്റെ കേസിലും, പ്യുവർലി കപ്പാസിറ്റീവിന്റെ കേസിലും എങ്ങനെയാണ് വരുന്നതെന്ന്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ കറണ്ട് ലീഡ് ചെയ്യുന്നതിന്റെ ബേസിലാണ് പവർ ഫാക്ടർ പറയുക. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്യുവർലി കപ്പാസിറ്റീവില് പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0 ലീഡിംഗ് ആയിരിക്കും. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ 0 ലീഡിംഗ് ആയിരിക്കും. അതുപോലെ പ്യുവർലി ഇൻഡക്റ്റീവ്, നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ കേസിലാണെന്നുണ്ടെങ്കിൽ 0 ലാഗിങ് ആയിരിക്കും കറണ്ട്. കാരണം കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ് പ്യുവർലി ഇൻഡക്റ്റീവില്. അത് തിരിച്ചു പറയുമ്പോൾ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് എ വേരിയബിൾ റെസിസ്റ്റർ. നോക്കുക, ഓപ്ഷൻസ് എ പ്രീസെറ്റ്. പ്രീസെറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. അതേപോലെ റിയോസ്റ്റാറ്റ്, അതും നമുക്കറിയാം ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്റർ, അത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇവിടെ ഓപ്ഷൻ ബി വാരക്ടർ ആണ് കറക്റ്റ് ആൻസർ. വാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡയോഡ് ആണ്. അതുപോലെ തന്നെ ആ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? അതൊരു വേരിയബിൾ കപ്പാസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക, വേരിയബിൾ റെസിസ്റ്റർ ആയിട്ടല്ല. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെഗർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഓം മീറ്റർ എന്ന് പറയുന്നതാണ് മെഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ വാല്യൂ റെസിസ്റ്റൻസിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മെഗാ ഓം മീറ്റർ അഥവാ മെഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആണ് കിട്ടുക. ഡയറക്ട്ലി റെസിസ്റ്റൻസ് അല്ല കിട്ടുക, കറണ്ട് കിട്ടും. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് V/I എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ മെഷർ ചെയ്യും. ഓക്കെ, അപ്പൊ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മെഗർ എന്ന് പറയുന്നത്. ലോ വാല്യൂ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഏതാ യൂസ് ചെയ്യുന്നത്? കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇത് വേറെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ് ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മറ്റു ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. മൾട്ടിമീറ്റർ എന്തൊക്കെയാ മെഷർ ചെയ്യുന്നത്? വോൾട്ടേജ്, കറണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, ഇതെല്ലാം മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജസിലെ ചേഞ്ചസും മെഷർ ചെയ്യാൻ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാം. ഗാൽവനോമീറ്റർ നമുക്ക് വോൾട്ട് മീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം, അമ്മീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഒരു പാരലലി ഗാൽവനോമീറ്ററിൽ പാരലലി ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അമ്മീറ്റർ ആയിട്ടും, അതേപോലെ സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അത് വോൾട്ട് മീറ്റർ ആയിട്ടും ആക്ട് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡിയിൽ പറയുന്ന ക്ലാമ്പ് മീറ്റർ എന്ന് പറയുന്നതും ഒരു കറണ്ട് മെഷറിംഗ് ഡിവൈസ് തന്നെയാണ്. നോ കോണ്ടാക്ട് മെഷർമെന്റ് ഓഫ് കറണ്ടിന് യൂസ് ചെയ്യുന്നതാണ് ക്ലാമ്പ് മീറ്റർ. ഇവിടെ നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെഗർ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ കോഡ് ഓഫ് 1 കിലോ ഓം റെസിസ്റ്റർ. 1 കിലോ ഓമിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1000 ഓം എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ? നമുക്ക് എങ്ങനെയാണ് കളർ കോഡ് വരുന്നത്? ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ബ്ലാക്കിൻ്റെത് 0, ബ്രൗണിൻ്റെത് 1, അതേപോലെ റെഡിൻ്റെത് 2. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്രൗൺ ആണ്.
സോ ബ്രൗൺ എഴുതാം. അതേപോലെ സെക്കൻഡ് ലെറ്റർ 0 ആണ്, അപ്പോൾ അത് ബ്ലാക്ക് ആയിരിക്കും. തേർഡും ഫോർത്തും, തേർഡ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലയറിനെയാണ്. അപ്പൊ ഈ തേർഡും ഫോർത്തും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10⁻² എന്ന് എഴുതിക്കൂടെ? അതല്ലേ 100, 2 0 വരുന്നത്. അതുകൊണ്ട് 10⁻² വരുമ്പോൾ മൾട്ടിപ്ലയർ ഏതാ വരുന്നത്? റെഡ് ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ട് ബ്രൗൺ, ബ്ലാക്ക്, റെഡ് ആയിരിക്കും. ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാ കളർ കോഡിങ്, ഏത് കളർ കോഡിങ് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ബ്രൗൺ, ബ്ലാക്ക്, റെഡ്, അത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഹാസ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഉള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ 0 ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. നമ്മളിവിടെ പറയുന്നത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കാര്യമാണ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൽ എപ്പോഴും 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് റിഗാർഡ്ലെസ് ഓഫ് കറണ്ട് ഡ്രോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു 0 ഇന്റേണൽ റെസിസ്റ്റൻസ് വെക്കുന്നത്. നമുക്കറിയാം ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൃത്യമായ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഓംസ് ലോ എന്താണ്? R = V/I ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കറണ്ട് ഹൈ ആവേണ്ടി വരും. ഓക്കെ, അത് ഒരുപാട് കറണ്ട് ഹൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ലോഡിനെ എഫക്ട് ചെയ്യും, അത് ആ ഫുൾ സർക്യൂട്ടിനെ തന്നെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഇന്റേണൽ റെസിസ്റ്റൻസ് ഐഡിയലി 0യും അതേപോലെ പ്രാക്ടിക്കലി അവിടെ 0 വരില്ല, കുറച്ച് വാല്യൂ ഓഫ് എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാറ്ററിയിലൊക്കെ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ എമൗണ്ട് കാണും. അതുകൊണ്ട് തന്നെ ഹെവി ലോഡ് കണ്ടീഷൻസിൽ അത് എന്താണ്? ആ ഒരു സർക്യൂട്ടിൽ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്, വോൾട്ടേജ് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അത് പെർഫോമൻസിനെ തന്നെ ബാധിക്കും, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഐഡിയൽ കേസിലെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നമുക്കറിയാം 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഐഡിയൽ കറണ്ട് സോഴ്സിന്റെ കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഐഡിയൽ കറണ്ട് സോഴ്സിൽ ഇതേ കാര്യം തന്നെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് അവിടെ 0 ആയി കീപ്പ് ചെയ്തെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി ആയിട്ടാണ് കീപ്പ് ചെയ്യുക. ഓക്കെ, നേരെ വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ലോഡിന് ഡിപ്പെൻഡ് ചെയ്യാതെ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ കീപ്പ് ചെയ്താൽ നമുക്ക് ലോഡിനെ എന്ത് ചെയ്യാതെ, ബാധിക്കാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് അവിടെ സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 0, ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രിമ്മർ ഈസ് എ സോർട്ട് ഓഫ്, ട്രിമ്മർ എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, പാഡർ എന്നും കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? വേരിയബിൾ കപ്പാസിറ്ററിന് എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് എന്താണെന്നൊന്ന് പറയാം. അതായത് ട്രിമ്മർ എന്ന് പറയുന്നത് ഒരു സ്മോൾ അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫൈൻ ട്യൂണിങ് ഇത് എങ്ങനെയാണ്? ഫിക്സഡ് കപ്പാസിറ്ററുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വാല്യൂ കാണും. ആ റേഞ്ച് ലോയിൽ നിന്നും ഹൈയിലേക്ക് എവിടെ വേണമെങ്കിലും, ഇതിനിടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ലോ വാല്യൂ ഉണ്ടാവും, ഒരു ഹൈ വാല്യൂ ഉണ്ടാവും. ഇതിനിടയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് വാല്യൂ എടുക്കാൻ കഴിയും. അതാണ് ട്രിമ്മർ കപ്പാസിറ്റർ. പക്ഷേ പാഡർ എന്ന് പറയുന്നതും ഇതേപോലെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ തന്നെയാണ്, പക്ഷേ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, മെയിൻ കപ്പാസിറ്ററിന് പാരലായി കണക്ട് ചെയ്യുന്നത് പാഡറും മെയിൻ കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ട്രിമ്മറുമാണ്. പാരലൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ വേർഡിൽ തന്നെ ഉണ്ട്, പാഡ് ഓർ എക്സ്റ്റെൻഡ് എന്നാണ് അതിന്റെ മീനിങ്. പാഡ് ഓർ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റൻസ് വാല്യൂവിന് ഒരു ലോ വാല്യൂ ഉണ്ടാവും. ഒരു ലോ വാല്യൂ ഉള്ള കപ്പാസിറ്ററിനേക്കാൾ അതിനേക്കാൾ ലോ എന്താണ്? ഈ ലോ വാല്യൂവിനേക്കാൾ ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഡർ യൂസ് ചെയ്യുന്നത്. പാരലൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് ലോ വാല്യൂവിനേക്കാൾ ലോവർ ആക്കാൻ വേണ്ടിയിട്ട് പാഡർ യൂസ് ചെയ്യുന്നു. ഒരു ഫൈൻ ട്യൂണിങ്ങിന് ഒരു ലോ ടു ഹൈ വാല്യൂസിനിടയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഏതെങ്കിലും വാല്യൂസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിമ്മർ യൂസ് ചെയ്യുന്നു. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ഫിക്സഡ് കപ്പാസിറ്റർ അല്ല, അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ അല്ല, ഫിക്സഡ് റെസിസ്റ്ററും അല്ല. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, വേരിയബിൾ കപ്പാസിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു
ഇതില് റെസിസ്റ്റൻസിന്റെ വാല്യൂ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് വാല്യൂ പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആവുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും. ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആവുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറിനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ പറയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ മെറ്റൽസിൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. കാരണം മെറ്റീരിയൽ മാറിയപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് മാറിയില്ലേ? അപ്പോൾ ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് ആണ്. നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതേപോലെ അടുത്ത ഓപ്ഷനിലും ലെങ്ത് ഉണ്ട്, അതും ഇല്ല. നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഈ 3 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1 മാത്രമാണ് റൈറ്റ്. സോ ഓപ്ഷൻ സി ഓൺലി 1 എന്നുള്ളതാണ് ആൻസർ വരിക. ഓൺലി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ resistor color coding, if third band is gold, it represent a multiplying factor. ഗോൾഡിന്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 10⁻⁻1 എന്നുള്ളതാണ് ഗോൾഡിന്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? 0.1 1/10 അഥവാ 0.1 എന്ന് എഴുതാൻ പറ്റും. ഗോൾഡിൻ്റെത് 10⁻⁻1ഉം അതേപോലെ സിൽവറിൻ്റെതും കൂടെ ഓർത്ത് വെച്ചേക്കുക. എന്താണ് സിൽവറിൻ്റെത്? സിൽവറിൻ്റെത് 10⁻⁻2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പൈൻഡ് ഓർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട്. ഒരു പാരലൽ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആണ് ചോദിക്കുന്നത്. കുറേ റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്താൽ ഒന്നിന്റെ വാല്യൂ 10, 20, 3 and 8 ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 3 ആണ്. നമുക്ക് ഓപ്ഷനിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 3യേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? ആ 3യേക്കാളും നമ്മുടെ കൂട്ടത്തിലുള്ള പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ. സെറാമിക് കപ്പാസിറ്റർ ഹാസ് ആൻ അപ്രോക്സിമേറ്റ് റേഞ്ച് ഓഫ്. സെറാമിക് കപ്പാസിറ്ററിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചിരുന്നു. ഒരു നാനോ ഫാരഡ് റേഞ്ച് ടു മൈക്രോ ഫാരഡ് റേഞ്ച് വരെയാണ്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എന്തില്ല? നാനോ ഫാരഡ് ടു മൈക്രോ ഫാരഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഓർത്ത് വെച്ചേക്കുക, 1 നാനോ ഫാരഡ് ടു 1 മൈക്രോ ഫാരഡ് ആണ് നമ്മുടെ ഏകദേശം ഒരു സെറാമിക് കപ്പാസിറ്ററിന്റെ അപ്രോക്സിമേറ്റ് കപ്പാസിറ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. ഈ വാല്യൂ 1 നാനോ ഫാരഡ് ടു 1 മൈക്രോ ഫാരഡ് എന്നുള്ള വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.